റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT. അടുത്തയാഴ്ച വീണ്ടും നോട്ടീസ് നൽകും. സ്പെഷ്യൽ കമ്മീഷണറെ വിവരങ്ങൾ അറിയിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിലാണ് SIT. ഭരണസമിതിയുടെ തീരുമാനത്തിൽ വ്യക്തത തേടണം. കടകംപള്ളിയെയും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നും വിവരങ്ങളായി അറിയുകയാണ്. അപ്പോൾ ഈ രണ്ടുപേരെയും ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ഹരിമോഹൻ ചേരുകയാണ്. ഹരി, എപ്പോഴായിരിക്കും ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക? ഇവരിൽ നിന്ന് ഇനി എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്? റോഷി, ഇനി ഒരുപാടധികം വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എന്ന് തന്നെയാണ് SIT പറയുന്നത്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമേ ഇരുവരുടെയും കാര്യത്തിൽ നടന്നിട്ടുള്ളൂ. അതിൽ പ്രത്യേകിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാര്യത്തിൽ അതിൽ ഏറ്റവും ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില സംശയങ്ങൾ SITക്കുണ്ട്. ആ സംശയങ്ങൾ എന്ന് പറയുന്നത് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം ആദ്യം എടുത്തു ദേവസ്വം ബോർഡ് ഭരണസമിതി. അതിന് നേതൃത്വം നൽകിയത് PS പ്രശാന്ത്, അതായത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് PS പ്രശാന്ത് തന്നെയാണ്. അങ്ങനെ ആ ഭരണസമിതി ആ തീരുമാനമെടുത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ തീരുമാനം തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള R റെജിലാൽ അത് തിരുത്തുകയാണ്. അത് തിരുത്തിയ ശേഷം പുതിയ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഉത്തരവിലേക്ക് വരുന്നത്, ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥർ തന്നെ ആവണം എന്നുള്ള കർശനമായിട്ടുള്ള ഉത്തരവാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് അത് കൊടുത്തുവിടാതെ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കണി കാണാൻ പോലും കിട്ടാത്ത രീതിയിൽ ആ പാളികൾ പിന്നീട് ഉദ്യോഗസ്ഥർ നേരിട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമെടുത്തതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. കാരണം അന്ന് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഭരണസമിതിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ അന്ന് തിരുവാഭരണ കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനം മാറ്റുന്നത്? മാത്രമല്ല, ആദ്യ തീരുമാനം അത് പോറ്റിക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളോ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നോ, പ്രശാന്തിനുണ്ടായിരുന്നോ എന്നുള്ളതാണ് SIT പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട്. അതിനുവേണ്ടി അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. അതിൽ ചില രേഖകൾ കൂടി SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ കൂടി ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രശാന്തിനോട് ഇനിയിപ്പോൾ ഹാജരാകാൻ പറയുക. ആ രേഖകൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്തെടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനം മാറ്റിയതിൽ അല്ലെങ്കിൽ പുനഃപരിശോധിച്ച ശേഷം അത് തിരുത്തിയ തിരുവാഭരണ കമ്മീഷണറുടെ ഉത്തരവ് തുടങ്ങിയ കാര്യങ്ങൾ, ഒരുപാടധികം രേഖകൾ പ്രശാന്തിന്റെ പക്കലുണ്ട്. അതെല്ലാം കൂടി ഹാജരാക്കാനുള്ള നിർദ്ദേശം എന്തായാലും SITയിൽ നിന്ന് വരും എന്നുള്ളത് തന്നെ പറയുന്നു. അതായത് ഒരു ബോധപൂർവമായ ഒരു വീഴ്ച തന്നെയാണോ ഈ ഭരണസമിതിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് SIT പ്രധാനമായിട്ടും പരിശോധിക്കുക. ഉദ്യോഗസ്ഥരുടെ പക്കൽ കൊടുത്തുവിടാൻ ആദ്യം ഒരു തീരുമാനം എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച ചോദ്യം ചെയ്യുന്ന സമയത്ത്, അതായത് 2 ദിവസങ്ങളിലായാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അതിൽ പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ വെള്ളിയാഴ്ചയും കടകംപള്ളിയുടെ ശനിയാഴ്ചയുമാണ് കൃത്യമായി പറഞ്ഞാൽ. അങ്ങനെ പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്ന ഘട്ടത്തിൽ പ്രശാന്ത് അന്ന് പറഞ്ഞിരുന്നത് ഹൈക്കോടതിയെ ഈ വിവരം അറിയിക്കാത്തത്, അതായത് സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹൈക്കോടതിയെ ഈ പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം അറിയിക്കാത്തത് അതൊരു വീഴ്ച തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടേത്. പക്ഷെ അതല്ലാതെ മറ്റൊരു വീഴ്ചയും തനിക്കോ തന്റെ ഭരണസമിതിക്കോ സംഭവിച്ചിട്ടില്ല. ഈ പാളികൾ ഇളക്കിയെടുക്കുന്നതടക്കം വീഡിയോഗ്രാഫി ചെയ്തുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, അവരുടെ സാന്നിധ്യത്തിൽ, സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് തന്നെയാണ് ഈ ഇദ്ദേഹം പറയുന്നത്, പ്രശാന്ത് പറയുന്നത്. മാത്രമല്ല, താൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ശബരിമലയിൽ, പ്രത്യേകിച്ച് സന്നിധാനത്തെ ഈ സ്പോൺസർമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും അടക്കമുള്ള സ്പോൺസർമാരൊക്കെ ഉണ്ടാവുമ്പോൾ അതിനൊരു കോർഡിനേറ്റർ തസ്തിക ഉണ്ടാവാറുണ്ട്. ആ കോർഡിനേറ്റർ തസ്തികയിൽ ഒരു ഔദ്യോഗിക ചുമതലയൊന്നുമല്ല ഉണ്ടാവുന്നത്. പക്ഷേ താൻ തന്നെയാണ് കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ താൻ ചെന്നതിന് ശേഷം, അതായത് പ്രശാന്ത് ചെന്നതിന് ശേഷം ആദ്യം എടുത്ത തീരുമാനം ഈ കോർഡിനേറ്റർ പദവിയൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൽപ്പിത സ്ഥാനമൊക്കെ മാറ്റിക്കൊണ്ട് അതെല്ലാം ഉദ്യോഗസ്ഥർക്ക് നൽകുക, ഈ ശബരിമലയിലെ അവതാരങ്ങൾക്ക് അവിടെ വലിയ സ്വാതന്ത്ര്യം നൽകാതിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുത്ത താനാണെന്ന് പ്രശാന്ത് പറയുമ്പോൾ പോലും ഈ ബോധപൂർവമായ വീഴ്ച എന്നുള്ള നിലയിൽ അത് SIT പരിഗണിക്കുന്നു. അതിനുവേണ്ടി ചോദ്യം ചെയ്യൽ വീണ്ടും തുടരാൻ വേണ്ടി തീരുമാനിക്കുന്നു. കടകംപള്ളിയുടെയും സമാനമായിട്ടുള്ള കാര്യം തന്നെ, അതായത് കടകംപള്ളിയുടെ മൊഴി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ വീണ്ടും വിളിപ്പിക്കാൻ തന്നെയാണ് SIT ഉദ്ദേശിക്കുന്നത്. റോഷ്നി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ രണ്ടുപേരെയും വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, രേഖകൾ സഹിതം ഹാജരാവാനാണ് SIT ആവശ്യപ്പെട്ടിട്ടുള്ളത്.